എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടുള്ളൊരു മൊമെന്റ് കിട്ടുമ്പോൾ അത് കേട്ടോ. ഹായ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് കുറച്ച് ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുറേ ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ഡേ ആണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പോകുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങളെയും കൂടി ഒന്ന് കൊണ്ടുപോകാമെന്ന്. ഇന്ന് ആക്ച്വലി പ്ലാനിൽ 3 സ്ഥലങ്ങളാണുള്ളത്. ആദ്യം നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് പോവാണ്. ഒരു ബഫറ്റാണ്, ചെറിയ ബഫറ്റൊന്നുമല്ല, അത്യാവശ്യം വലിയ ബഫറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെയുള്ള 2 സ്ഥലങ്ങൾ ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം. വേഗം റെഡി ആവട്ടെ. റെഡി ആവാൻ കുറച്ച് സമയം എടുക്കല്ലോ എന്തായാലും. സോ happy birthday to me. ഇതാണ് ഗ്ലോബ് ക്ലബ്, ഹൈദരാബാദിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ബഫറ്റ് ഉള്ള സ്ഥലം കേട്ടോ. ജൂബിലി ഹിൽസിലാണ് ഇതുള്ളത്. ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് ഒരു തവണ. 2 ബഫറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതേപോലത്തെ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗ്ലോബ് ക്ലബ് ആയതുകൊണ്ടാണ് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇതന്നെ ചൂസ് ചെയ്തത്. പാർക്കിംഗിൽ നിന്ന് ലിഫ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. 2nd ഫ്ലോറിലാണ് ഗ്ലോബ് ക്ലബ്ബ്. ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അഡ്വാൻസ് ബുക്കിംഗ് ഓൾറെഡി ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ എത്തിയപ്പോൾ വലിയ സീനൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ ആംബിയൻസ് ആണ് കേട്ടോ. ഭയങ്കര രസമാണ് ഇതിനകത്ത് പോയാൽ. ആ ലൈറ്റ്സും സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും ഒക്കെ. ഞാൻ പറഞ്ഞു, ഞാൻ 2 ബഫറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ. അതിൽ ആദ്യത്തേത് വന്നിട്ട് കുറച്ച് ഇരുടായിരുന്നു മൊത്തത്തില്. നമുക്കൊരു ഒരു ഇതേപോലെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് ഒന്നല്ലേ, ഇത് കുറച്ച് ഇരുടായിരുന്നു. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് എനിക്ക് തോന്നിയത്. നമുക്ക് സുഖമായിട്ട് ഇരുന്ന് ചില്ല് ചെയ്ത് നമ്മൾ ഇഷ്ടത്തിന് ഭക്ഷണം കഴിക്കാം. ആദ്യം അവർ സ്റ്റാർട്ടേഴ്സ് ആണ് തരിക. ഇതൊരു ക്രിസ്പി കോൺ ആണ് വിത്ത് സാലഡ് മിക്സ് ചെയ്തിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത്. പിന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു. आपको ये चिकन टिक्का, ये अंगारा मुर्ग चिकन टिक्का है। पीस एक टिक्का नहीं मैडम। സ്റ്റാർട്ടേഴ്സിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. പൊട്ടാറ്റോ 65, മഷ്റൂം, ചിക്കൻ ടിക്ക, ചിക്കൻ ലോലിപോപ്പ്, പിന്നെ ഗ്രിൽഡ് ഫിഷ്, പ്രോൺസ്, ചിക്കൻ പിസ്സ, മസാല പൈനാപ്പിൾ, അങ്ങനെ ഒരുപാട്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാർട്ടറാണ് കേട്ടോ. മസാല പൈനാപ്പിൾ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ഇങ്ങനെ അവർ ഈ ഗരം മസാലയോ എന്തൊക്കെയോ കുറേ മസാലാസ് മിക്സ് ചെയ്തിട്ടാണ്. ഞാനിത് 2 തവണ വാങ്ങിച്ചു. അത് കൂടാതെ ഇനി 2 തവണ കൂടി ഞാൻ വാങ്ങിക്കും. ഭയങ്കര ജ്യൂസിയാണത്. അത് കഴിക്കുമ്പോൾ തന്നെ അതാ അതിനോട് കണ്ടോ, ഭയങ്കര ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം കേട്ടോ. അത് അങ്ങനത്തെ ഫ്ലേവേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഇത് മട്ടൻ കബാബായിരുന്നു. പിന്നെ ഇത് ചിക്കൻ ലോലിപോപ്പും. എല്ലാം ഒന്നിനൊന്ന് മെച്ചായിരുന്നു കേട്ടോ. ടേസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ടേഴ്സ് കുറച്ച് കഴിച്ചു. ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റാർട്ടേഴ്സ്. എല്ലാം ഒന്നും എനിക്ക് ഇഷ്ടമല്ല. കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നതുകൊണ്ട് എനിക്ക് ഏകദേശം അറിയാം ടേസ്റ്റ്. ഇഷ്ടമുള്ളത് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. കാരണം ഒത്തിരി നമുക്ക് എനിക്ക് ഇഷ്ടമുള്ള വേറെ ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ഡെസേർട്ട്സും മെയിൻ കോഴ്സും ഫ്രൂട്ട്സും ചാട്ട്സും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വയറ് ഇങ്ങനെ നിറച്ച് ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കഴിക്കാത്തത്. മെയിൻ കോഴ്സ് കഴിഞ്ഞ തവണ എനിക്ക് ഈ സ്റ്റാർട്ടേഴ്സ് കഴിച്ചിട്ട് മെയിൻ കോഴ്സ് ഒട്ടും കഴിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ സ്റ്റാർട്ടേഴ്സ് ഞാൻ എനിക്കിഷ്ടമുള്ള മാത്രം കഴിച്ചിട്ട് ബാക്കിയെല്ലാം മെയിൻ കോഴ്സ് കൊണ്ട് വയറ് നിറയ്ക്കാനാണ് എൻ്റെ പ്ലാൻ. അതിന് ശേഷം ഫ്രൂട്ട്സും മറ്റ് സാധനങ്ങൾ. ഇതാണ് ഇവിടുത്തെ മെയിൻ കോഴ്സ്. ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ റൈസ് ഐറ്റംസ് ആണ്. സ്റ്റീംഡ് ബസ്മതി റൈസ്, പുലാവ്, പിന്നെ ടീ മസാല, പിന്നെ ഈ പാപ്പറ്റ്സ്, ദഹി,
പിന്നെ ചിക്കൻ ഗീ റോസ്റ്റ്, സിംഗപ്പൂരി ചില്ലി ക്രാബ്, ഹനാൻ ഫിഷ്. ഈ ക്രാബ് എന്ന് പറയുന്നത് ശരിക്കും ആക്ച്വലി എൻ്റെ ഇഷ്ടപ്പെട്ട സാധനമല്ല. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം, പക്ഷെ എനിക്ക് ഇതൊരു ചൈനീസാണ്. ഇത് ചൈനീസ് ഇഷ്ടം. എനിക്ക് നാടൻ റോസ്റ്റോ അല്ലെങ്കിൽ മസാല അരച്ച് വെച്ചതൊക്കെ. പിന്നെ എഗ് കറി ഉണ്ട്, ചിക്കൻ കോർമ, മട്ടൻ കറി, ഗോങ്കൂറ, ചിക്കൻ തന്തൂരി. ഗോങ്കൂറ വെച്ചൊരു ഇതാണ് കേട്ടോ, ലീഫി വെജിറ്റബിൾ ആണ്. നമ്മുടെ ചീരയൊക്കെ പോലെ. ഞാനിവിടെ പ്ലെയിൻ ബസ്മതി റൈസും പിന്നെ കുറച്ച് ദാൽ തടുക്ക, ഗീ ദാൽ തടുക്ക, പ്ലെയിൻ കേടും കുറച്ച് മട്ടൻ കറിയാണ് ഇട്ടത് കേട്ടോ. ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കും. ചിക്കൻ സെഷ്വാൻ ഫ്രൈഡ് റൈസ് ആണ് എടുക്കുന്നത്. സാധാരണ ഒരു അവിടെ കിട്ടുന്ന നമ്മളെ നോർമൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ അല്ല കേട്ടോ. ചുവപ്പ് നിറമൊന്നുമില്ല. ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. പിന്നെ കുറച്ച് ഗോങ്കൂറ ചിക്കൻ ബിരിയാണി, എല്ലാം കുറച്ച് കുറച്ചേ എടുക്കുള്ളൂ കേട്ടോ. കഴിച്ച് തീർക്കാനും പറ്റും, ടേസ്റ്റ് നോക്കാനും പറ്റും, നമുക്ക് അടുത്ത ഐറ്റംസ് ട്രൈ ചെയ്യാനും. ബുദ്ധി ഉപയോഗിക്കണം, ബുദ്ധി. പിന്നെ കുറച്ച് ചിക്കൻ ഗീ റോസ്റ്റ് എടുക്കുന്നുണ്ട്. ഞാനൊരു ബോൺ പേഴ്സൺ ആയതുകൊണ്ട് ബോൺ പീസ് ആണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ കുറച്ച് നൂഡിൽസ് എടുക്കുകയാണേ, ടേസ്റ്റ് ഒക്കെ. എനിക്ക് ഒരുപാട് കഴിക്കണം എന്നില്ല, എല്ലാ ഐറ്റംസും കുറച്ച് കുറച്ച് ടേസ്റ്റ് ചെയ്താൽ മതി. ഇപ്പൊ തന്നെ എൻ്റെ പ്ലേറ്റ് ഇത് ഓൾമോസ്റ്റ് ഫുള്ളാണ്. ആദ്യം നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ചിക്കൻ ഗീ റോസ്റ്റ്. ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ചിക്കൻ പൊരിച്ചതിൻ്റെ ഒക്കെ ടേസ്റ്റ്, വീട്ടിലൊക്കെ പൊരിക്കുന്നതിൻ്റെ ആ നെയ്യിൻ്റെയും നല്ല ഫ്ലേവർ. ഇത് ഗോങ്കൂറ ബിരിയാണിയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ഇത് സെഷ്വാൻ ഫ്രൈഡ് റൈസ് ആണ്. ഈ ഗോങ്കൂറ എന്ന് വെച്ചാൽ ഒരു ലീഫി വെജിറ്റബിൾ ആണ് കേട്ടോ. നമ്മളെ ഒരു ഇലയാണ്. നമ്മുടെ നാട്ടിൽ അതിന് ഒരുപാട് അങ്ങനെ ഈ ഇലക്കറികളൊന്നും കിട്ടില്ലല്ലോ. ആകെ ഒരു ചീര, റെയറായിട്ട് പാലക് ചീര. ഇവിടെ പക്ഷേ ഹൈദരാബാദിൽ അങ്ങനെയല്ല, ഒത്തിരി വെറൈറ്റീസ് ലീഫി വെജിറ്റബിൾസ് ഉണ്ട്. ഉലുവ ചീര, ഗോങ്കൂറ, കുറേ കുറേ ഐറ്റംസ് ഉണ്ട്. ആ ഗോങ്കൂറേന്റെ ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. നമുക്കങ്ങനെ ഇഷ്ടപ്പെടില്ല, ഇവിടെ ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും. സെഷ്വാൻ ഫ്രൈഡ് റൈസ് ഇത് ആക്ച്വലി സ്പൂൺ കൊണ്ടൊക്കെ കഴിക്കേണ്ടതാണ്. ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഇപ്പോൾ ഓൾറെഡി ഞാൻ കൈ കുത്തിയോണ്ട് കഴിക്കാം. നൂഡിൽസ് ഉണ്ട്, ട്രൈ ചെയ്ത് നോക്കട്ടെ. എല്ലാം കൈ കൊണ്ടാണ്. ഈ നോർമൽ വെജ് നൂഡിൽസ് അത് വായല്ലത് കഴിച്ചത്, എല്ലാം കൂടി ആക്ച്വലി ടേസ്റ്റ് കിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഐറ്റം കഴിച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മളെ വായിൽ നിന്ന് ആ ടേസ്റ്റൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് അടുത്ത ഐറ്റം കഴിക്കുന്നത്. ഈ ബഫറ്റിൽ അങ്ങനെ ചെയ്യുന്നില്ല. ചെയ്യാൻ നമുക്ക് സമയമുണ്ട്. ഞങ്ങളിവിടെ എത്തുമ്പോൾ ഒരു 12:30 ആയിട്ടുണ്ട്. 4 മണി വരെ ബഫറ്റ് ഉണ്ട്. ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. അതെല്ലാം കഴിച്ചിട്ട് നമുക്ക് പോയാൽ മതി. തിരക്കില്ല ഇന്നത്തെ ദിവസം. ഇനി 2 സ്ഥലങ്ങളിലും കൂടി പോവാണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ലേറ്റ് ആയിട്ട് എത്തേണ്ടതേ ഉള്ളൂ. സാധാരണ ടൈം എടുത്തൊക്കെ കഴിക്കും. പിന്നെ നൂഡിൽസ് ഫ്രൈ ചെയ്തു, കുഴപ്പമില്ല. അങ്ങനെ ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയല്ലോ, പക്ഷെ എന്നാലും നൈസ്. ബോത്ത് ആർ ടേസ്റ്റിംഗ് സെയിം. സത്യമായിട്ട് പറഞ്ഞു, രണ്ടും ഏകദേശം ഒരു ടേസ്റ്റ് ആണ്. ഇത് ഇവിടുത്തെ ലൈവ് സെക്ഷൻ ആണ് കേട്ടോ. ഇവിടെ ഈ ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ഡ്രസ്ഡ് സാലഡ്സ് ഉണ്ട്. ഡ്രസ്ഡും ഉണ്ട്, അതല്ലാതെ ഫ്രഷ് സാലഡ്സും ഉണ്ട്. ഫ്രൂട്ട് സാലഡ്സും പിന്നെ വെജിറ്റബിൾ സാലഡ്സും ഉണ്ടാവും. പിന്നെ ഫിഷ് ഫിംഗേഴ്സ്, പലതരത്തിലുള്ള ബൺസ്, ചാട്സ്. പിന്നെ ഇത് ഡീടോക്സിങ് ഡ്രിങ്ക് ആണ്. ഇത് ഒരു ടേസ്റ്റ്ലെസ് ആണ് സാധനം, പക്ഷെ എന്നാലും നമ്മൾ ഈ കഴിക്കുന്ന ഫുഡൊക്കെ ഒന്ന് ഡീടോക്സിഫൈ ചെയ്ത് കളയണമല്ലോ. അതുകൊണ്ട് കുറച്ച് ലെമണും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ലൈവ് സെക്ഷൻ പോയിട്ട് കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ് എടുത്തു, ഫ്രഷ് ഫ്രൂട്ട്സ് എടുത്തു, പിന്നെ ഡ്രസ് ഫ്രൂട്ട്സ്. ഇത് റെയിൻബോ സാലഡ് ആണ് കേട്ടോ.
ഇതിനകത്ത് റെയിൻബോ സാലഡിലെ സാധനങ്ങൾ ആകെ ഞാൻ ഗോവ മാത്രമേ പേരക്ക മാത്രമേ എടുക്കുള്ളൂ. അത് മാത്രമാണ് എനിക്കിഷ്ടം. ഇത് നോർമൽ ഫ്രഷ് ഫ്രൂട്ട്സ് ആണ്. ഇത് ഒരു ബണ്ണാണ്. പിന്നെ ഇത് ഫിഷ് ഫിംഗേഴ്സ് ആണ്. പണ്ട് ഞാൻ ഫിഷ് ഫിംഗർ കഴിച്ചിട്ടുണ്ട്. അത് പക്ഷെ ട്യൂണേന്റെ ആയിരുന്നു. ട്യൂണേന്റെ ആക്ച്വലി ടേസ്റ്റിയാണ്. ഇത് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. ട്രൈ ചെയ്തിട്ട് എടുക്കണോ വേണ്ടത്. ആ ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഞാൻ താജ് നിന്നാണ് കഴിച്ചത്. അപ്പൊ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവും. എന്താ ഭയങ്കര ഉപ്പുണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കഴിഞ്ഞ തവണ ഇതേ സ്ഥാനത്ത് ഇതിന് പകരം ചിക്കൻ പോപ്കോൺ അല്ല ചിക്കൻ പക്കോട ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു. അതാന്ന് വിചാരിച്ചിട്ടാ പോയത്. പക്ഷെ എനിക്ക് തോന്നുന്നു ദേ കീപ് ചേഞ്ചിങ് ദ മെനു. പിന്നെ ഞാൻ വേറൊരു സാധനം എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇത് കേക്കാണ്. ഇത് കേക്ക് പറയുമ്പോ എന്താ നോർമൽ നമ്മുടെ ആ കട്ട് ചെയ്യുന്ന അങ്ങനത്തെ കേക്കല്ല. നമ്മൾ ഈ കസാട്ട പോലെ അല്ലെങ്കിൽ ഈ മടക്കി മടക്കി വെക്കില്ലേ, ഞാൻ കാണിച്ചത്. ഇതാണ് സാധനം. ഇതിങ്ങനെ ആ ഒരു റോള് പോലെ ഇങ്ങനെ കിടക്കും. നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക ചെയ്യാം കേട്ടോ. ഞാനത് വേഗം എടുത്തത് എന്താ വെച്ചാൽ അത് കട്ട് ചെയ്ത് മീൻസ് ഒരു മുറിച്ച് എടുക്കുന്നുണ്ടായിരുന്നു. എന്റെ ബർത്ത്ഡേക്ക് ഞാൻ ആക്ച്വലി കേക്ക് കട്ടിങ് ചെയ്തിട്ടില്ല. ഇവിടെ വന്നിട്ട് ഒരുപാട് വെറൈറ്റീസ് ഓഫ് കേക്ക് കഴിക്കാൻ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ കേക്ക് കട്ടിങ് ചെയ്യാതിരുന്നത്. അതിന് പേര് കിട്ടി റോൾ കേക്ക്. എന്നെ ഇവിടുന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു. പട്ടത്തിലുള്ള കേക്ക്, കിറ്റിയുള്ള കേക്ക് എന്ന് പറഞ്ഞു. റോൾ കേക്ക് അതാണ് അതിന് പറയാ കേട്ടോ. എനിക്കറിയില്ല, അതുകൊണ്ടാണ്. പിന്നെ കഴിഞ്ഞ തവണ ഒരു നോർമൽ കേക്ക് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ അകത്ത് മുറിച്ചെടുക്കുക ചെയ്തത്. ഇത്തവണ അങ്ങനെ ഒരു കേക്ക് കണ്ടില്ല. എല്ലാം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഉള്ളതായിരുന്നു. ഇത് ഭയങ്കര യമ്മി കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആണ്. ക്രീമും കേക്കും എല്ലാം ഭയങ്കര സോഫ്റ്റ് ആണ്. പിസ്തേന്റെ ഫ്ലേവറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി. പക്ഷെ എന്നാലും എനിക്ക് ഈ ബഫറ്റ് എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ, കുറേ ഭക്ഷണം കഴിക്കാന്നുള്ളതിനെക്കാട്ടും നമുക്ക് ഇഷ്ടമുള്ള എന്തും കഴിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു വലിയ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഒരു 1000 rupees സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് 1-2 ഐറ്റംസ് വാങ്ങിക്കുന്നതിനെക്കാട്ടും ഇങ്ങനെ ബഫറ്റ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റം, നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് കിട്ടും. ആ ഒരു ഇഷ്ടമുള്ള നമുക്ക് കഴിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബഫറ്റ് ചൂസ് ചെയ്യുക. ഞാൻ ബാക്കിയുള്ള ഡെസേർട്ട്സും കൂടി എടുത്തിട്ടുണ്ട്. ഈ കേക്ക് ഞാൻ ഒന്നുകൂടി എടുത്തു കേട്ടോ. ഇത് ആക്ച്വലി ആ പുഡിംഗ് ആണ്. അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഞാൻ അത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്താണ്. ഇനി എനിക്ക് ഈ ചെറി ഭയങ്കര ഇഷ്ടമാണ്. ആ കേക്കിന് മുകളിൽ 2 ചെറി ഉണ്ടായിരുന്നു. അത് ഞാനും കൂടി എടുത്തുകൊണ്ടുവന്നു. ഇത് ഒരു ചോക്ലേറ്റ് കേക്കാണ്. ചെറിയ ചോക്ലേറ്റ് പേസ്ട്രി ആണ്. ബ്ലൂബെറി മ്യൂസിയം അതാണ് കേട്ടോ. ഇതിനൊക്കെ ടേസ്റ്റ് ഒക്കെ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഗുലാബ് ജാം. ഇത് വലുതല്ല, ചെറുതാണ്. പക്ഷെ അത്രയൊക്കെ കഴിക്കാൻ പറ്റില്ല. തന്നെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വയറ് ഓൾമോസ്റ്റ് ഫുള്ളാണ് കേട്ടോ. എന്നാലും കിട്ടിയ ചാൻസ് അല്ലേ, അതുകൊണ്ട് കഴിക്കാൻ വിചാരിച്ചു. ചാട്ട് ഐറ്റംസ് ആണ് എടുത്തത്. പാനിപൂരി ഉണ്ട്, അതിന്റെ പാനിയാണ് ഇത്. പിന്നെ ആലു ആ മസാല, പിന്നെ 3 പൂരീസ്, പിന്നെ കുറച്ച് ചിപ്സ്. പാനിപൂരിയുടെ ഒരു കോമ്പറ്റീഷൻ വെച്ചാൽ ഞാൻ ഗപ്പടിക്കും. അത്ര ഇഷ്ടം. നമുക്ക് പാനി ഇതിലേക്ക് ഒഴിക്കാം. Cheers. അപ്പം ഒരുവിധം ഫുഡൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതോടുകൂടി നമുക്ക് ഗ്ലോബ് ക്ലബിലെ വ്ളോഗ് അല്ലെങ്കിൽ ഇവിടുത്തെ നമുക്ക് ഈ മൊമെന്റ്സ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. അതെന്താന്ന് ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ചെറിയ സ്പെഷ്യൽ സ്ഥലം. ഇതാണ് KBR നാഷണൽ പാർക്ക്, എന്ന് വെച്ചാൽ കാശു ബ്രഹ്മാനന്ദ നാഷണൽ പാർക്ക്. ഹായ്. അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് ബ്രഹ്മാനന്ദ പാർക്കാണ്. ഹൈദരാബാദിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പാർക്ക് കേട്ടോ. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ഇത്. ഈ ജൂബിലി ഹിൽസ് ഈ ഒരു ഏരിയനെ മൊത്തം ചുറ്റിയിട്ട്, എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സെന്റർ ആണ് വരുന്നത്. ഇതിന് ചുറ്റും റോഡാട്ടോ.
പക്ഷെ ഒത്തിരി സ്ഥലമുണ്ട് ഇവിടെ. ഇവിടെ കാര്യമായിട്ട് നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാം. ഇങ്ങനെ അവരിങ്ങനെ കൂട്ടിലൊന്നും ആയിരിക്കില്ല, അവരിങ്ങനെ നൈസായിട്ട് അവർ ഫ്രീ ആയിട്ട് നടക്കുകയായിരിക്കും. മയിലിനെ കാണാം, പീകോക്സ്, പിന്നെ മാനുകളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ പൊതുവെ സെലിബ്രിറ്റീസ് വാക്കിങ്ങിന്, ഈവനിങ് വാക്കിന് അല്ല മോർണിംഗ് വാക്കിനൊക്കെ വരുന്ന സ്ഥലമെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കുറേ റീൽസൊക്കെ കണ്ടിട്ടുണ്ട് അല്ലു അർജുൻ്റെ ഒക്കെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ തൽക്കാലം ഒരു സെലിബ്രിറ്റീസിനൊന്നും കാണാനില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നടക്കാം. ഞാൻ നിങ്ങൾക്ക് വിഷ്വൽസൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഏതെങ്കിലും ആനിമൽസിനൊക്കെ കണ്ടാൽ ഞാൻ കാണിച്ചു തരാം. നൈസാണ്, നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇത്രയും നോക്കിയേ, ഇതിൻ്റെ ഈ അറ്റത്തൂടെ നടക്കുമ്പോഴും നമുക്കിങ്ങനെ ഈ റോഡ് കാണാം. പക്ഷെ കുറച്ചുകൂടി ഉള്ളോട്ട് പോയാൽ കുറച്ചുകൂടി പീസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇത് ഗേറ്റ് നമ്പർ 3 ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തത്. ഗേറ്റ് നമ്പർ 1 ആക്ച്വലി മെയിൻ എൻട്രൻസ് വരുന്നത്. അവിടെ പാർക്ക് ചെയ്യാൻ അവർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു 3 വരണം എന്ന് പറഞ്ഞു, വണ്ടി പാർക്ക് ചെയ്യാൻ. പിന്നെ ഇത് വരുന്നത് ജൂബിലി ഹിൽസ് ആണ്. ജൂബിലി ഹിൽസ് എന്ന് പറയുമ്പം ഹൈദരാബാദിൽ ഒരു പോഷ് ഏരിയ ആണ്. അത്യാവശ്യം റിച്ച് ആൾക്കാരും പിന്നെ ഈ സെലിബ്രിറ്റീസൊക്കെ, പിന്നെ പൊളിറ്റീഷ്യൻസ്, അവരൊക്കെ ഈ ജൂബിലി ഹിൽസിലാണ് അവർ നിൽക്കുന്നത്. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ ഈ ഓൾഡ് സിറ്റിയിലേക്ക് പോകുന്ന പോലെ ആയിരിക്കില്ല, കുറച്ചുകൂടി നീറ്റായിരിക്കും, കുറച്ചുകൂടി അവർ മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. അപ്പം ഞാൻ എൻ്റെ മുഖം മാത്രം കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ വിഷ്വൽസ് കാണിച്ചു തരാം കേട്ടോ, പാർക്ക് എന്താണെന്നൊക്കെ കാണിച്ചു തരാം. അയ്യോ, കുറേ നടക്കാനുണ്ടായിരുന്നു. ആക്ച്വലി നടന്ന് മുന്നോട്ട് എത്തിയപ്പോഴാണ് മനസ്സിലായത് അത് വാക്ക് വേ ആയിരുന്നു. KBR വാക്ക് വേ എന്ന് വെച്ചാൽ നമുക്ക് ഈ രാവിലെ നടക്കാൻ വരുന്നവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നടക്കുന്നൊരു ഭാഗമായിരുന്നു. പിന്നെ എൻട്രൻസ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും വാക്ക് വേ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിന് ടിക്കറ്റ് ഒന്നും വേണ്ട, പക്ഷെ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ ടിക്കറ്റ് വേണം. അപ്പോൾ നടന്ന് ക്ഷീണിച്ച് കുറച്ച് നേരം ഇവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു. അത് നമ്മളൊരു മയിലിനെ കണ്ടു കേട്ടോ. ആശാൻ അതിൻ്റെ ഉള്ളിലാണ്. മെയിൽ പീക്കോക്കാണ്. അപ്പോൾ ഒന്ന് പേലി എടുത്തിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നില്ലേ കാണാൻ. എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു. ഐഷ്, ഓഫ് എന്ത് ഭംഗിയാ. വാവ്, എനിക്ക് കോഴി നടക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലോ. അയ്യോ, എൻ്റെ കാലൊക്കെ കണ്ടോ, കോഴി തന്നെ. വാവ്, stories that linger on the breath of the breeze. എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഞാൻ ആദ്യമായിട്ട് എത്ര അടുത്തുനിന്ന് കാണുന്നു. ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ആക്ച്വലി കിട്ടൂല കേട്ടോ. പിന്നെ മഴ പെയ്യുന്നുണ്ട്. കർക്കിടകത്തിൽ പിറന്നാളായാലേ ഇങ്ങനെയൊക്കെ കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ട്. ഇത്ര ദിവസം മഴ പെയ്യാതെ ചൂടായിരുന്നു. ഇന്ന് പാർക്കിൽ വന്ന് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ മഴ.
എന്തായാലും മയിലിനെ കണ്ടല്ലോ, സമാധാനമുണ്ട്. തിരിച്ചു പോവാന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ആശാനെ കണ്ടത്. ദൈവന്റെ പ്രാർത്ഥന കേട്ടു. ഇഷ്ടമാണല്ലോ രണ്ട് പെൺമയിലുകൾ. ആക്ച്വലി എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പീകോക്സിനെ ഇത്ര അടുത്തുനിന്ന് കാണാന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ക്രീച്ചേഴ്സിൽ ഒന്നിനല്ലേ പീകോക്സ്? കണ്ടിട്ടല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ എഴുതി വെച്ചത് പരമാർത്ഥാട്ടോ. ഹൈദരാബാദിന്റെ ഗ്രീൻ ലങ്സ് ആണ് ബ്രഹ്മാനന്ദ നാഷണൽ പാർക്ക്. നമ്മളെ മഴ ആയതുകൊണ്ട് ഇവിടെ കയറി നിന്നാട്ടോ ഒരു സ്ഥലമാണ്. അപ്പൊ മുന്നോട്ട് പോകാൻ പറ്റിയില്ല. കുടയൊന്നും എടുത്തിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള പോലെ ഇവിടെ അങ്ങനെ കുടയൊന്നും നമ്മൾ കരുതാറില്ല. അതുപോലത്തെ അങ്ങനെ ഒരു പെരുമഴയൊന്നും അങ്ങനെ ഭയങ്കര റെയർ ആയിട്ടേ പെയ്യുള്ളൂ. നമ്മൾ കുടയൊന്നും കരുതിയിട്ടില്ല. പിന്നെ ഇത്ര ദിവസം ചൂടായിരുന്നു. ഇനി മഴ കുറഞ്ഞാലും മാത്രമേ നമ്മൾ മുന്നോട്ട് പോവുള്ളൂ. പക്ഷെ എന്നാലും എനിക്ക് ആ ഒരു ക്ലിപ്പ് കിട്ടില്ല. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ. എനിക്ക് ആ മയിലിൻ്റെ ഞാൻ ശരിക്കും ഒട്ടും പ്രതീക്ഷിച്ചില്ല. മയിലിനെ കാണാൻ പറ്റുന്ന പോലും വിചാരിച്ചില്ല. കുറേ നടന്നതിന് ശേഷമാണ് കണ്ടത്. പക്ഷെ അത്രയും അടുത്തുനിന്നൊരു ക്ലിപ്പ് എനിക്ക് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്തായാലും എൻ്റെ ഒരു ബെസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെയായിരുന്നു അത്. പക്ഷേ നമ്മൾ ആ ക്ലിപ്പിനകത്തുണ്ട്, നമ്മൾ ഞാനത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, പക്ഷെ ഞാൻ എടുത്തു കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു പുള്ളിക്കാരൻ വന്ന് അതിന് പിന്നാലെ ഓടി, അതിനെ ഓടിച്ചു വിട്ടു. എനിക്ക് എന്തോ മെൻറ്റാലിറ്റിയാണ് ആളുകൾക്ക് എന്ന്. നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് കിട്ടുമ്പോൾ അത് കേട്ടോ, ആ കാട്ടിനുള്ളിലേക്ക് അതിൻ്റെ ഉള്ളിലുണ്ട്, അത് എവിടെയാണെന്ന് എനിക്ക് കാണുന്നില്ല. പിന്നെ മഴ ആയതുകൊണ്ട് പിന്നെ ഓൾറെഡി ഞാൻ കണ്ടു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ വെറുതെ അതിനെ പോയി ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞത് ആ പുള്ളിക്കാരൻ അതിനെ ഓടിച്ചു വിട്ടു. ശരിക്കും നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് നമുക്ക് കിട്ടുമ്പോൾ നമ്മളത് ട്രഷർ ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യാനല്ലേ നോക്കേണ്ടത്. ആ ഒരു മൊമെന്റ് പുള്ളിക്കാരൻ അതിനുണ്ട് പിന്നാലെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. അതും അതിനൊരു പേടിയൊന്നുമില്ല. കാരണം എൻ്റെ അടുത്തുകൂടി അത് നടന്നു പോയത്. കുറച്ചു നേരം കൂടി അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഒന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കുക. പിന്നെ ഫുഡ് കൊടുക്കരുത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ചെയ്യാന്ന് വിചാരിച്ചു അതിനെ ഓടിച്ചു വിട്ടു. പിന്നെ ഉള്ളത് പെൺമയിലിനെ കണ്ടു. പക്ഷെ അത് ഉള്ളിലായിരുന്നു, എനിക്കത് എടുക്കാൻ പറ്റിയില്ല. ഇനി മാനൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ മഴയായോട് കാണാൻ പറ്റുമോ പോവാൻ പറ്റുമോ ഒന്നും അറിയില്ല. പറ്റുവാണെങ്കിൽ ഞാൻ പിന്നെ ഒരു ബ്രഹ്മാനന്ദ പാർക്കിൻ്റെ ഒരു വ്ളോഗ് വേറെ തന്നെ ഇടാം. അവിടെ ഹൈദരാബാദ് ഒത്തിരി പാർക്സ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ഞാൻ ഇതിലായിട്ട് വന്നിട്ടില്ല. നല്ല സ്ഥലം, എനിക്ക് ഇഷ്ടപ്പെട്ടു. വന്നൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ജൂബിലി ഹിൽസിൻ്റെ ആ സെൻട്രലാണ്, ആ സിറ്റി സെൻട്രലാണ്. പക്ഷെ ആ ഒരു സിറ്റീൻ്റെ ഒരു കാവ്സ് ഒന്നും ഇതിൻ്റെ അകത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് നമ്മളെ കേരളം ഒക്കെ പോലെയല്ലേ, നല്ല സുഖം ഉണ്ടായിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു. മഴ പെയ്തപ്പോൾ മൊത്തത്തിലൊന്ന് തണുത്തു കേട്ടോ. നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. ഇനിയിപ്പം എനിക്ക് തോന്നുന്നില്ല നമ്മൾ എടുക്കുന്നുള്ളത്. ഇനി അടുത്തത് കുറച്ച് അങ്ങോട്ടാണ്, നമ്മളെ വീടിൻ്റെ അടുത്തേക്കാണത്. അപ്പം അവിടേക്ക് കുറച്ച് നമുക്ക് പോകാനുണ്ട് ഇവിടുന്ന്. അപ്പം നമുക്ക് അവിടേക്ക്. അടുത്ത നമ്മൾ പോകുന്നത് ഒരു സ്റ്റെപ്പ് വെല്ലാണ്. നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഇരുടാവും. അവിടെ ഇരുടായി കഴിഞ്ഞാലാണ് കുറച്ചുകൂടി ആ ഒരു വൈബ് നമുക്ക് കിട്ടുക. ആക്ച്വലി ആ സ്റ്റെപ്പ് വെല്ലിൽ ഈ പാട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്ന് ഉണ്ടായിരുന്നില്ല. നമ്മളത് ഉള്ള സമയത്ത് പോകുമ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഈ അകത്തേക്ക് കടക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ അവിടെ അവരൊരു ചെയിന് വെച്ചിട്ടുണ്ട്, ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കേണ്ടി വരും. വല്ലപ്പോഴും ഒക്കെ വല്ല 6 months ഒരിക്കലൊക്കെ അതൊക്കെ ഉണ്ടാവാറുള്ളൂ കേട്ടോ. നമുക്ക് ആ കാണുന്ന പടികളിലും എല്ലാം ഇരിക്കാം. അവിടെ ഒരു ചെറിയൊരു സ്റ്റേജ് അല്ല അവിടെ വെച്ചിട്ട് അവർ ചെറിയ ഈ ഗസൽസ് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. നല്ല രസമാണ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. തൽക്കാലം ഈ ഫോട്ടോസും വീഡിയോസും ആയിട്ട് നമുക്ക് തൃപ്തിപ്പെടാം. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഡിന്നറിന് വേണ്ടി ഞാൻ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് പഞ്ചക്കാട്ട് ദോശയാണ്.
ഈ വഴി പോകുമ്പോൾ ഞാൻ എപ്പോഴും നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആട്ടോ. ഇതുവരെയായിട്ട് എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. ഇന്നെന്തായാലും എനിക്ക് അതിൻ്റെ ഒരു സ്പെഷ്യൽ ഡേ അല്ലേ, അപ്പോൾ എനിക്ക് കുറേ നാളായിട്ട് ഞാനത് മനസ്സിൽ നോക്കി വെച്ച ആ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറേ ദോശ ഐറ്റംസ് തന്നെയാണ് കേട്ടോ കിട്ടുക. റായൽസീമ രുചിയിലുള്ള ദോശയാണ് കേട്ടോ ഇവിടെ കിട്ടുക. റായൽസീമ എന്ന് പറയുമ്പോൾ ആന്ധ്രയിലെ ഒരു സ്ഥലമാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ എന്നാലും എനിക്ക് മൊത്തത്തിൽ എനിക്ക് ആന്ധ്ര ക്വിസിൻ ഇഷ്ടമായതുകൊണ്ട് ഇതും എനിക്ക് ഇഷ്ടമാണ്. കുറച്ച് ഈ പൊടികളും നെയ്യും ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു, കുറച്ചുകൂടി ഹെവിയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡും പിന്നെ ഇഷ്ടപ്പെട്ട സ്ഥലവും ഒക്കെ കണ്ടിട്ട് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചു. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.